പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ്സിലെ അയാം കലാം കെ ബഹാനെ എന്ന പാഠത്തിന്റെ അവസാനത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ആദ്യത്തെ പാർട്ടുകളിലൊക്കെ മോർപാൽ മിഹിർ എന്ന കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ചർച്ച ചെയ്തതെങ്കിൽ അവരുടെ പ്രതീകമായി പറയുന്ന സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളെയാണ് ഇന്നത്തെ പാർട്ടിൽ നമ്മൾ പരിചയപ്പെടുന്നത്. കലാം, അതുപോലെ റൺ വിജയ് എന്ന കൂട്ടുകാർ. സത്യത്തിൽ ഈ രണ്ട് കഥാപാത്രങ്ങളും നേരത്തെ പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങളും തമ്മിൽ പല കാര്യങ്ങളിലും സാമ്യമുണ്ട് എന്ന് കഴിഞ്ഞ പാർട്ടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. എന്നാൽ ഇവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം, നീൽ മാധവ് പാണ്ഡ എന്ന ആളുടെ ഈ സിനിമയിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്, ധാരാളം കഥാപാത്രങ്ങളുമുണ്ട്. പക്ഷേ നമ്മുടെ ഈ പാഠഭാഗത്ത് അല്പം മാത്രമേ നൽകിയിട്ടുള്ളൂ. ഈ കലാം എന്ന് പറയുന്ന കുട്ടിയും റൺ വിജയ് എന്ന് പറയുന്ന കുട്ടിയും കണ്ടുമുട്ടുന്നത് തന്നെ രസകരമായിട്ടാണ്. ഒരു ദിവസം റൺ വിജയ് തൻ്റെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രത്യേകമായി നിയമിക്കപ്പെട്ട സേവകന്റെ കൂടെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നിറയെ പുസ്തകവുമായിട്ടാണ് റൺ വിജയ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് കലാം എന്ന കുട്ടി റോഡരികിൽ നിൽക്കുകയായിരുന്നു. അവന്റെ അരികിലൂടെയാണ് ഇവർ സ്കൂളിലേക്ക് പോകുന്നത്. ഇതുവരെ ഒരു പരിചയം പോലുമില്ലാത്ത കലാം റൺ വിജയോട് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്, നിനക്കെന്തിനാ ഇത്രയും പുസ്തകങ്ങൾ? ചിന്തിക്കണം, അവിടെ നാട് ഭരിക്കുന്ന ആ പ്രമാണിയുടെ മകനാണ് റൺ വിജയ്. അവനോട് ഡയറക്റ്റായിട്ട് ഒരു പരിചയം പോലുമില്ലാതെ ചോദിക്കുകയാണ്, നിനക്കെന്തിനാ ഇത്രയും അധികം പുസ്തകം? റൺ വിജയ് തിരിഞ്ഞുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലോ, പിന്നെ നിന്നോട് എന്ത് സംസാരിക്കാൻ? പക്ഷേ കലാമിനത് ഇഷ്ടപ്പെട്ടില്ല. കലാം പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ശരി തന്നെ, പക്ഷെ നിനക്ക് മരത്തിൽ കയറാൻ അറിയുമോ? എനിക്കതറിയാം എന്ന് പറഞ്ഞപ്പോൾ റൺ വിജയ് വിട്ടുകൊടുത്തില്ല. അവൻ പറഞ്ഞു, മരത്തിലൊന്നും കയറാൻ എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയുന്നത് കുതിരപ്പുറത്ത് കയറാനാണ്. കലാം വിട്ടുകൊടുത്തില്ല. എന്നാൽ എനിക്കറിയുന്നത് കുതിരപ്പുറത്തല്ല, എനിക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ അറിയാം. മാത്രമല്ല, ഒരു ഒട്ടകത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ അതിനെ ചികിത്സിക്കാനും എനിക്കറിയാം. നിനക്കതിന് കഴിയുമോ? ഇങ്ങനെയുള്ള ഒരു സംഭാഷണത്തോടു കൂടിയാണ് അവർ കണ്ടുമുട്ടുന്നത്. അങ്ങനെ രസകരമായി ആ സംഭാഷണം മുന്നോട്ട് പോകുന്നു. അവസാനം രണ്ടുപേരും പരസ്പരം പരിചയമാവുകയും ഒരു ഇടപാടുണ്ടാക്കുകയും ചെയ്യുന്നു. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിനക്ക് മരത്തിൽ കയറാൻ അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ റൺ വിജയ് പറയുന്നു, എങ്കിൽ കുതിരപ്പുറത്ത് കയറാൻ ഞാനും നിന്നെ പഠിപ്പിച്ചു തരാം. ഇങ്ങനെ ഒരു ലേൻ ദേൻ എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. ഒരു ചെറിയ ഇടപാട് മുഖേന അവരിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു, അവർ സുഹൃത്തുക്കളായി മാറുന്നു. പിന്നീട് ആർക്കും പിരിക്കാനാവാത്ത സൗഹൃദമായിരുന്നു. എന്നാൽ ഇതൊരിക്കലും റൺ വിജയുടെ അച്ഛൻ റാണ അറിയാൻ പാടില്ല. കാരണം വളരെ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന കലാം എന്ന് പറയുന്ന കുട്ടിയുമായിട്ട് കൂട്ടുകൂടി എന്നറിഞ്ഞാൽ റൺ വിജയുടെ അച്ഛൻ അവനെ ശിക്ഷിക്കും. അതുകൊണ്ട് തന്നെ റൺ വിജയ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നീ ഒരു വാക്ക് തരണം, നമ്മുടെ സൗഹൃദത്തെ പറ്റി ഒരാളോടും നീ പറയില്ലെന്ന് വാക്ക് തരണം. കലാം വാക്ക് കൊടുക്കുകയാണ്, ഇല്ല, നീ ഭയക്കേണ്ടതില്ല, എൻ്റെ കാരണത്താൽ അതൊരാളും അറിയുകയില്ല എന്ന് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവർ പരസ്പരം കാണുകയും ഇടക്ക് ആരുമറിയാതെ റൺ വിജയുടെ കൂടെ റൺ വിജയുടെ വീട്ടിലേക്കൊക്കെ കലാം കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ ധാരാളം സമയം അവിടെ ചെലവഴിക്കുകയും റൺ വിജയ് തൻ്റെ കൂട്ടുകാരന് അവൻ്റെ വിലപ്പെട്ട വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളുമൊക്കെ സമ്മാനമായി നൽകുകയും ചെയ്യുന്നു. ഇതെല്ലാം കലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ആ ഹോട്ടലിൽ താൻ ജോലി ചെയ്യുന്ന ചായക്കടയുടെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്നുണ്ട്. കലാം എന്ന് പറയുന്ന കുട്ടിയാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. അവനാണ് ഇതിലെ നായകൻ എന്ന് പറയുന്നത്. മാത്രമല്ല, അവൻ്റെ ജീവിതം വളരെയധികം സങ്കടകരമാണ്. അമ്മ ഏകദേശം 5 വയസ്സുള്ള സമയത്ത് ജയ്സൽമേറിലുള്ള ഒരു ചായക്കടയിൽ, ആ ചായക്കട നടത്തുന്ന വ്യക്തിയുടെ പേര് ഭാട്ടീസ എന്നാണ്. ആ ഭാട്ടീസാവിൻ്റെ ചായക്കടയിൽ ജോലിക്ക് കൊണ്ടുവന്നാക്കുകയാണ്. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന പ്രായമാണ്. 5 വയസ്സാകുമ്പോൾ സ്കൂളിലാണ് നമ്മുടെ രക്ഷിതാക്കൾ ചേർക്കാറുള്ളത്. പക്ഷേ ഈ പാവം കുട്ടിയുടെ അമ്മ
അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായതിനാൽ കുട്ടിയെ വളരെ ചെറുപ്പത്തിൽ തന്നെ ചായക്കടയിൽ ജോലി ഏൽപ്പിക്കുകയാണ്. നോക്കണം, അവിടെ ധാരാളം കുട്ടികൾ ദാരിദ്ര്യത്തിന്റെ കാരണത്താൽ ഇതുപോലെ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ജോലി ചെയ്യുന്ന ആളുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് ചോട്ടു. അങ്ങനെ ഈ കുട്ടിയെയും എല്ലാവരും ചോട്ടു ചോട്ടു എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് ഇടയിലാണ് ഈ ചായക്കടയിലുള്ള മറ്റു കഥാപാത്രങ്ങളെയും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഈ ചായക്കട നടത്തുന്ന ബാട്ടീസ, അതുപോലെ തന്നെ ഈ ചായക്കടയിൽ കലാമിനെ പോലെ തന്നെ ജോലിക്ക് നിൽക്കുന്ന മറ്റൊരു ആൺകുട്ടി കൂടിയുണ്ട്. അവന് മറ്റൊരു താല്പര്യമാണ്. നമ്മുടെ കലാമിനെ സംബന്ധിച്ചിടത്തോളം അവന് പഠിക്കണമെന്നും ഒരു ദിവസം TV-യിൽ APJ അബ്ദുൽ കലാമിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് അദ്ദേഹത്തെ പോലെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കണമെന്ന മോഹമൊക്കെയാണ് കലാമിന്റെ മനസ്സിലുള്ളത്. അവൻ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അല്പാൽപമായി പഠിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കലാമിന്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റു കൂട്ടുകാരന്റെ പണി എന്താണ്? അവൻ അമിതാഭ് ബച്ചന്റെ ഒരു ഫാനാണ്. അവൻ ആ കടയുടെ അല്പം ദൂരെ, അല്പം ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന പ്രദേശമുണ്ട്, ഒരു ചെറിയ കുന്നുപോലുള്ള. അവിടെ കയറി ഇരുന്നു കൊണ്ട് അവന് കിട്ടുന്ന ഒഴിവ് സമയം മുഴുവനും അമിതാഭ് ബച്ചന്റെ സിനിമകൾ കണ്ട് കണ്ട് അദ്ദേഹത്തെ പോലെ അനുകരിച്ച് ജീവിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള കഥാപാത്രമുണ്ട്. പിന്നെ ഈ സിനിമയിൽ കടന്നു വരുന്നത് ലൂസി മാഡം എന്ന് പറയുന്ന ഒരു വിദേശ വനിത വരുന്നുണ്ട്. കാരണം ഇവരുടെ കട സ്ഥിതി ചെയ്യുന്ന സ്ഥലം ധാരാളം ടൂറിസ്റ്റുകൾക്ക് വരാൻ സൗകര്യപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. അത് കലാമിനാണെങ്കിലോ പഠിക്കാൻ വല്ലാത്ത താല്പര്യമാണ്, നല്ല മിടുക്കനുമാണ്. അതുകൊണ്ട് അവൻ വിദേശ ആളുകൾ വരുന്ന സമയത്ത് അവരുടെ സംസാരത്തെ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു, പഠിക്കാൻ ശ്രമിക്കുന്നു. ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യങ്ങളും നിഷ്കളങ്കമായ പെരുമാറ്റവും കണ്ടുകൊണ്ട് ലൂസി മാഡം എന്ന ആ സ്ത്രീക്ക് ഈ കുട്ടിയോട് വല്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നുകയാണ്. അങ്ങനെ കലാമിനോട് ഈ കുട്ടിയോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഒരിക്കൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാം. കാരണം നിന്റെ വലിയ മോഹമെന്ന് പറയുന്നത് നമ്മുടെ അന്നത്തെ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമിനെ നേരിട്ട് കാണണമെന്നല്ലേ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ നിന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്ന വാക്ക് നൽകുന്നുമുണ്ട്. അങ്ങനെ ആ കഥ മുന്നോട്ട് പോകുന്നു. ഈ ലൂസി മാഡത്തോട് ചായക്കടക്കാരന് ഒരു വൺ സൈഡ് പ്രണയമുണ്ട്. പക്ഷേ അത് വൺ സൈഡ് ആയതുകൊണ്ട് തന്നെ മാഡം ആ കാര്യം അറിയുന്നില്ല. ആ ഒരു ചെറിയ ഭാഗവും സിനിമയിലുണ്ട്. പക്ഷേ നമ്മുടെ പാഠഭാഗത്ത് അല്പം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ. കാരണം നമുക്ക് ഇവിടെ കലാം അതുപോലെ റൺവിജയ് എന്ന കുട്ടിയുടെ കുട്ടിക്കാലത്തുണ്ടായ സംഭവം നമ്മുടെ ലേഖകന്റെ ജീവിതവുമായി സാമ്യം വരുന്ന ഭാഗം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു ദിവസം റൺവിജയ് വിഷമത്തോടു കൂടി കലാമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കലാം അവനോട് ചോദിക്കുകയാണ്, അല്ല റൺവിജയ്, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ വിഷമിക്കുന്നത്? അവൻ പറഞ്ഞു, എൻ്റെ സ്കൂളിൽ നിന്ന് സ്കൂളിലുള്ള ടീച്ചേഴ്സ് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ എനിക്ക് നല്ല ഒരു പ്രസംഗമുണ്ടാക്കി പഠിച്ചിട്ട് പോകണം. അവിടെ ഒരു മത്സരമുണ്ട്, എനിക്കതിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. ഞാൻ എന്തു ചെയ്യും? എൻ്റെ ഭാഷ വളരെ മോശമാണ്, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കലാം അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കലാം അകത്തേക്ക് ചെന്നുകൊണ്ട് ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് അവൻ അറിയാവുന്ന ആ ഭാഷയിൽ മനോഹരമായ ഒരു പ്രസംഗം എഴുതി തയ്യാറാക്കി റൺവിജയ്ക്ക് നേരെ നീട്ടിക്കൊടുത്തു. റൺവിജയ് അത് വായിച്ചപ്പോൾ വല്ലാത്ത സന്തോഷമുണ്ടായി. അവൻ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നേരെ വീട്ടിലേക്ക് ഓടുകയും അവിടെ ഇരുന്ന് ആ പ്രസംഗത്തെ മനോഹരമായി പഠിച്ചുകൊണ്ട് പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് പ്രസംഗം നടത്തുകയാണ്. അത്ഭുതമെന്ന് പറയാം, ആ പ്രസംഗം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ ഏറ്റവും നന്നായി പ്രസംഗിച്ച കുട്ടി എന്ന രീതിയിൽ അവനെ തെരഞ്ഞെടുക്കുകയും അവന് 1ാം സ്ഥാനം നൽകുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് മറുവശത്ത് നടക്കുന്നത് ഒരു ട്രാജഡിയാണ്. എന്താണ്? അവിടെ സമ്മാനം വാങ്ങുന്ന റൺവിജയ് ആണെങ്കിൽ ഇപ്പുറത്ത് യാദൃശ്ചികമായി കൊണ്ട് റാണ രാജാവിൻ്റെ സേവകന്മാർ ഈ ഹോട്ടലിൽ ചായക്കടയിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി സെർച്ച് നടത്തുകയാണ്. അവർ പരതുകയാണ്, എന്തോ കാര്യങ്ങൾ വന്നുകൊണ്ട് അവർ തിരയുകയാണ്.
ആ തിരയുന്ന സമയത്താണ് ഇവിടെ രാജകുമാരനാകുന്ന റൺവിജയിയുടെ നല്ല വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും ഇവിടെ കാണാൻ സാധിച്ചു. അത്ഭുതപ്പെട്ടു പോയി. ഉടനെ തന്നെ അവർക്ക് സംശയം തോന്നിയ കലാമിനെ പിടിച്ചുകൊണ്ട് രാജാവിന്റെ മുന്നിൽ കൊണ്ടുപോവുകയാണ്. രാജാവ് പലതവണ ചോദിച്ചു, ഇത് നിനക്ക് എങ്ങനെ കിട്ടി? ഇത് നീ വാങ്ങിച്ചതാണോ? കലാം പറഞ്ഞു, ഞാൻ വാങ്ങിച്ചതല്ല. എങ്കിൽ നീ മോഷ്ടിച്ചതാണോ? അവൻ പറഞ്ഞു, ഞാൻ മോഷ്ടിച്ചതല്ല, എനിക്ക് മോഷ്ടിക്കാൻ അറിയില്ല, ഞാൻ മോഷ്ടിക്കാൻ പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ കിട്ടി? തുറന്നു പറയൂ. പക്ഷേ കലാം എന്ന് പറയുന്നുണ്ട് പ്രത്യേകം. കലാം തോ കലാം ഹേ. കലാമാവാനാണല്ലോ ആഗ്രഹിച്ചത്, APJ ആവാനാണല്ലോ ആഗ്രഹിച്ചത്. അതുകൊണ്ട് അവനിൽ സത്യസന്ധത നിർബന്ധമാണല്ലോ, കൊടുത്ത വാക്ക് പാലിക്കൽ നിർബന്ധമാണല്ലോ. എന്തു പറയും രാജാവിനോട്? റൺവിജയ് എന്ന നിങ്ങളുടെ മകൻ തന്നതാണെന്ന് പറഞ്ഞാൽ ഞാനുമായി കൂട്ടുണ്ടാക്കിയ കാര്യം അദ്ദേഹം അറിഞ്ഞാൽ റൺവിജയെ ശിക്ഷിക്കും എന്നവൻ പേടിക്കുകയാണ്. മാത്രമല്ല, റൺവിജയ്ക്ക് വാക്ക് കൊടുത്തതാണ് നമ്മുടെ സൗഹൃദത്തെ പറ്റി ആരോടും പറയരുതെന്ന്. അവൻ വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി. ആളുകൾ അവനെ കള്ളനെന്ന് വിളിക്കാൻ തുടങ്ങി. രാജാവ് അവനെ കള്ള എന്ന് വിളിക്കാൻ തുടങ്ങി. പലരും അവനെ കള്ളനെന്ന് മുദ്ര കുത്തിയപ്പോൾ ഇതുവരെ മോഷ്ടിക്കാത്ത ആ പാവം കലാമിന്റെ മനസ്സ് പെടയുകയാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ ആ സമയത്ത് മനസ്സിലൊരു തീരുമാനമെടുത്തു. ഇല്ല, ഇനി ഈ നാട്ടിൽ ഞാൻ നിൽക്കുന്നില്ല. ഇനി ഞാൻ നേരെ പോവുകയാണ്. ഞാൻ എൻ്റെ കലാംജിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി വളരെ നേരത്തെ എഴുതി തയ്യാറാക്കിയ ഒരു കത്ത് തൻ്റെ വീട്ടിൽ പോയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്നൊരു നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ആ കത്തുമായി കൊണ്ട് ആരെയും കൂട്ടാതെ ഒറ്റക്ക് അവൻ ഡൽഹിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഡൽഹിയിൽ ചെല്ലുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. അതൊക്കെ സിനിമയിലാണ് പറയുന്നത്, നമ്മുടെ പാഠഭാഗത്ത് ചുരുക്കിയിട്ടേ പറയുന്നുള്ളൂ. ആ ഡൽഹിയിൽ ചെന്നലഞ്ഞ് അവസാനം APJ അബ്ദുൽ കലാമിൻ്റെ വസതിയുടെ രാഷ്ട്രപതി ഭവനിൻ്റെ മുന്നിലൊക്കെ ചെന്നുകൊണ്ട് അദ്ദേഹത്തെ കാണാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന കാവൽക്കാർ അവനോട് കാര്യം ചോദിച്ചറിഞ്ഞപ്പോൾ കലാമിനെ ഒന്ന് കാണാനും ഈ കത്തൊന്ന് ഏൽപ്പിക്കാനുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ ആ കാവൽക്കാർക്ക് വല്ലാത്ത സങ്കടം തോന്നുകയും അവർ പറഞ്ഞു, നിനക്ക് നേരിട്ട് അദ്ദേഹത്തെ കാണാനുള്ള പെർമിഷൻ ഇല്ല, ഞങ്ങൾ വേണമെങ്കിൽ നിന്നെ സഹായിക്കാം, അദ്ദേഹത്തെ അത് ഏൽപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ സന്തോഷത്തോടു കൂടി ആ കത്ത് ഏൽപ്പിക്കുകയും തിരിച്ചു പോരുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു കുളത്തിൻ്റെ അടുത്തിരുന്നു കൊണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഇപ്പുറത്ത് അതേ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ റൺവിജയ് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ റൺവിജയ് ആ സമ്മാനവുമായി വീട്ടിലേക്ക് വരുന്ന രംഗം അവിടെ കാണിക്കുന്നുണ്ട്. വീട്ടിലെത്തുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവൻ അറിയുകയാണ്. അപ്പോഴാണ് അവൻ അറിഞ്ഞത് കലാം കള്ളനാണെന്ന് മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നു. അവൻ തൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അവനെ കാണാനില്ലെന്ന് അറിഞ്ഞത്. റൺവിജയ് വിഷമത്തോടുകൂടി എന്തും സംഭവിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് തൻ്റെ അച്ഛൻ്റെ മുന്നിൽ നടന്നതെല്ലാം തുറന്നു പറഞ്ഞു. അവൻ മോഷ്ടിച്ചിട്ടില്ല, അവൻ എൻ്റെ കൂട്ടുകാരനാണ്. നിങ്ങൾക്കറിയില്ലേ, ഈ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, എനിക്ക് കളിക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് എൻ്റെ അതേ സമപ്രായക്കാരനായ കലാമുമായിട്ട് ഞാൻ കൂട്ടുകൂടിയത്, അവനുമായിട്ട് സൗഹൃദമുണ്ടാക്കിയത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സമ്മാനമായി കൊടുത്ത വസ്ത്രങ്ങളാണത് എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് തെറ്റുപറ്റിപ്പോയി എന്ന് തോന്നുകയാണ്. വല്ലാത്ത കുറ്റബോധം തോന്നുകയാണ്. അവൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ ഞാൻ പഠിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് കൊടുത്തതാണെന്ന് അറിഞ്ഞപ്പോൾ രാജാവിന് വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ രാജാവ് ഉത്തരവിടുകയാണ്, റൺവിജയെയും അതുപോലെ തന്നെ കലാമിൻ്റെ അമ്മയെയും മറ്റു കൂട്ടുകാരെയും ഒക്കെ ഡൽഹിയിലേക്ക് അവനെ തിരയാൻ വേണ്ടി വിടുന്നു. അങ്ങനെ അവർ അവസാനം തെരഞ്ഞ് ഈ കുളത്തിൻ്റെ അരികിൽ വെച്ചുകൊണ്ട് കലാമിനെ കണ്ടെത്തുന്നു. കലാമിനെ കൂട്ടിയിട്ട് രാജാവിൻ്റെ മുന്നിലേക്ക് വരികയും കലാമിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് സന്തോഷത്തോടെ കലാമിന് ആവശ്യമായ വസ്ത്രങ്ങളും സമ്മാനങ്ങളും നൽകുകയും ഏതൊരു സ്കൂളിൽ പോകാനാണോ ആ കുട്ടി ആഗ്രഹിച്ചിരുന്നത് അതേ സ്കൂളിലേക്ക് തൻ്റെ കൂട്ടുകാരനാകുന്ന തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താകുന്ന റൺവിജയുടെ കൂടെ തന്നെ സ്കൂളിലേക്ക് പോകാനുള്ള സൗകര്യമൊരുക്കി ആ രണ്ട് കുട്ടികളും ആ വാഹനത്തിൽ കയറി പോകുന്ന രംഗത്തോടു കൂടിയാണ് ആ സിനിമ അവിടെ അവസാനിക്കുന്നത്. അങ്ങനെ ഈ പാഠഭാഗത്ത് പറയുന്നു, കലാം എന്ന കുട്ടിക്ക് അവസാനം തൻ്റെ ലക്ഷ്യസ്ഥാനത്തെ കൈവരിക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ വീണ്ടും മിഹിർ ഓർമ്മപ്പെടുത്തുകയാണ്, പക്ഷേ അവൻ്റെ പ്രതീകമാകുന്ന മോർപാലിന് തൻ്റെ പഠനം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഈ ഒരു വ്യത്യാസമാണ് ഈ സിനിമയിലെ ഈ കുട്ടികളുടെ കുട്ടിക്കാലവും ഞങ്ങളുടെ കുട്ടിക്കാലവും തമ്മിലുള്ള ആകെ ഒരു വ്യത്യാസമെന്ന് പറയുന്നത്. ഇവന് പഠനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ സിനിമയിലെ കലാം ആഗ്രഹിച്ചതുപോലെ താൻ ഉദ്ദേശിച്ച സ്കൂളിൽ പോകാനുള്ള അനുമതിയും അതിനുള്ള ഭാഗ്യവും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നേടുന്നു. അങ്ങനെയാണ് അത് അവസാനിക്കുന്നത് എന്നാണ്. ഈ ഒരു ഭാഗമാണ് നമുക്ക് അയാം കലാം കെ ബഹാനെ എന്ന
പാഠത്തിലൂടെ ലേഖകൻ നമ്മുടെ മുന്നിൽ വിവരിച്ചു തന്നിരിക്കുന്നത്. ഇത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക. ഇനി നമുക്ക് ആ പാഠഭാഗത്തേക്ക് നമുക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, കലാമും റൺവിജയും ആദ്യമായി കണ്ടുമുട്ടുകയാണ്. ആ സമയത്ത് അവർ ചോദിക്കുന്ന അല്ലെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു സംസാരത്തെയാണ് ഇന്നത്തെ പാർട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കലാം നേരെ അവനോട് ചോദിക്കുന്നു, ഇത്തിനി സാരി കിതാബേം, ഇത്രയും അധികം പുസ്തകങ്ങൾ കായേക്കി ഹൈം, എന്തിനാകുന്നു? കായേക്കി എന്ന് പറഞ്ഞാൽ ക്യോം, എന്തിന്, എന്തുകൊണ്ട്, എന്തിനാ ഇത്രയും അധികം പുസ്തകം? അവന്റെ ചോദ്യം കേട്ടാൽ തോന്നും ഈ രണ്ടാമത്തെ റൺവിജയ് എന്ന് പറയുന്ന കുട്ടി അവന് നേരത്തെ പരിചയമുണ്ട്. ആ പരിചയമുള്ളവരോട് ചോദിക്കുന്ന പോലെയാണ് കലാം ചോദിച്ചത്, എന്തിനാ നിനക്ക് ഇത്രയും അധികം പുസ്തകം? ഇവൻ ആരാണെന്നോ ഇവന്റെ പേരെന്താണെന്നോ കലാമിനറിയില്ല, റൺവിജയ്ക്കും അറിയില്ല. പക്ഷെ കലാം വളരെ കൂളായിട്ട് ചോദിക്കുന്നു, നിനക്കെന്തിനാ ഇത്രയും അധികം പുസ്തകം? റൺവിജയ് തിരിച്ചു പറയുകയാണ്, ആപ്കോ അംഗ്രേസി നഹി ആത്തി ക്യാ? താങ്കൾക്ക് അംഗ്രേസി നഹി ആത്തി ക്യാ? ഇംഗ്ലീഷ് അറിയില്ലല്ലോ. നിനക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ലല്ലോ, പിന്നെ നിന്നോട് പറഞ്ഞിട്ടെന്ത് കാര്യം എന്നർത്ഥം. കലാമിന് അത് ഇഷ്ടപ്പെട്ടില്ല. കലാം, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, കാരണം എനിക്ക് സ്കൂളിലൊന്നും പോകാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല. എടാ തെരേക്കോ, നിനക്ക് പേട് പർ, മരത്തിന്മേൽ ചട്ന ആത്താഹെ, കയറാൻ അറിയുമോ? നീ ഒരുപാട് ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് മരത്തിലൊന്നും കയറാൻ കഴിയില്ല. നിനക്ക് മരത്തിൽ കയറാൻ കഴിയുമോ? റൺവിജയ് വിട്ടുകൊടുത്തില്ല. അവൻ പറഞ്ഞു, മരത്തിലൊന്നും കയറാൻ എനിക്കറിയില്ല, പക്ഷേ ഹമേം, നമുക്ക് ഘോഡെ പർ ചട്ന ആത്താഹെ, കുതിരപ്പുറത്ത് കയറാൻ അറിയാം. എനിക്ക് മരത്തിൻ്റെ പുറത്തല്ല, മരത്തിന്മേലല്ല, എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ അറിയാം. ആപ്കോ ഗുഡ് സവാരി ആത്തി ഹെ? താങ്കൾക്ക് ഗുഡ് സവാരി ആത്തി ഹെ, കുതിര സവാരി അറിയുമോ? കലാം പറഞ്ഞു, മേരേക്കോ ഓണ്ട് പർ ചട്ന ആത്താ ഹെ, എനിക്ക് കുതിരപ്പുറത്തല്ല, ഓണ്ട് പർ, എനിക്ക് ഒട്ടകപ്പുറത്ത് ചട്ന ആത്താ ഹെ, കയറാനാണ് അറിയുന്നത്. തെരേക്കോ, നിനക്ക് ക്യാ ഊണ്ട് കി ദവാ കർണി ആത്തി ഹെ? ഒട്ടകത്തിനുള്ള ദവാ കർണി ആത്തി ഹെ, അതിന് ചികിത്സിക്കാൻ. ദവാ കർണ എന്ന് പറഞ്ഞാൽ ചികിത്സിക്കുക എന്നാണ്. ദവ എന്ന് മാത്രം വന്നാൽ മെഡിസിൻ, മരുന്ന് എന്നുമാണ് അർത്ഥം. നിനക്ക് ഒട്ടകത്തെ ചികിത്സിക്കാൻ അറിയുമോ? കലാം എന്ന കുട്ടിക്ക് ഒട്ടകത്തിന് ചെറിയ പരിക്കൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ചില പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതാണ് അവൻ ചോദിച്ചത്, നിനക്ക് ഒട്ടകത്തെ ചികിത്സിക്കാൻ അറിയുമോ? ഒട്ടകപ്പുറത്ത് നിനക്ക് കയറാൻ അറിയുമോ? എന്നാൽ ഇതുപോലുള്ള രസകരമായ ചോദ്യങ്ങളാണ് ഈ കുട്ടികൾ തമ്മിൽ കാണുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത്. ആ ഒരു സംസാരത്തിലൂടെയാണ് അവർ പിന്നീട് പതുക്കെ പതുക്കെ കൂട്ടുകാരായി മാറുന്നത്. ഇത് ആ സംസാരത്തിന്റെ ഒരു അല്പഭാഗം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലേഖനത്തിൽ ഉൾപ്പെടുന്നത്. ഇൻ സംവാദം കെ ബാദ്, ഈ സംഭാഷണങ്ങളുടെ ശേഷം കലാം ഔർ റൺവിജയ് കെ ബീച്ച്, കലാമിന്റെയും റൺവിജയുടെയും ഇടയിൽ ഗുഡ് സവാരി സീഖ്നെ ഔർ പേഡ് പർ ചഡ്ന സിഖാനെ, രണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചു തരാം എന്ന വ്യവസ്ഥയിൽ അവർ സൗഹൃദത്തിലെത്തുന്നു, കൂട്ടുകാരായി മാറുന്നു. എന്തൊക്കെയാണ് നോക്കൂ നിങ്ങൾ. ഒന്ന്, ഗുഡ് സവാരി സീഖിനെ ഔർ, കുതിര സവാരി പഠിക്കാമെന്നും പഠിപ്പിക്കാമെന്നും, പേഡ് പർ, അതുപോലെ മരത്തിന്മേൽ, ചഡ്ന സിഖാനെ, നിന്നെ മരത്തിന്മേൽ കയറാൻ, സിഖാനെ പഠിപ്പിക്കാമെന്നുള്ള, ലേൻ ദേൻ കോലേക്കർ, ഇടപാട് മുതൽ, ഇടപാട് എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് രണ്ടും ഇടപാടാണ്. ഇടപാടെന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യത്തെയാണ് ഇടപാട്. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നു, തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും വാങ്ങുന്നു. ഇതുപോലെ ഇവർ തമ്മിലൊരു ഇടപാടിലെത്തുകയാണ്. നിന്നെ ഞാൻ കുതിര സവാരി പഠിപ്പിക്കാം, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ മരത്തിൽ കയറാൻ പഠിപ്പിക്കാം എന്നുള്ള ലേൻ ദേൻ കോലേക്കർ, ഇടപാട് മുതൽ, ആ ഇടപാട് എടുത്തുകൊണ്ട്, അങ്ങനെ ഒരു ഇടപാട് അവരേറ്റുകൊണ്ട് ദോസ്തി ഹോ ജാതി ഹെ, അവരിൽ സൗഹൃദമുണ്ടാകുന്നു, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു, അങ്ങനെ അവർ സുഹൃത്തുക്കളായി മാറുന്നു. ഫിലിം കെ കിസ്സോമേം, ഈ സിനിമയുടെ കഥയിൽ ഈ കുട്ടിയുടെ കലാമിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. എപ്പോഴും നമുക്ക് ആ സിനിമ കണ്ട ആളുകൾക്ക് അവരുടെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരുന്ന ചില
2 കഥാപാത്രങ്ങൾ വേറെയുമുണ്ട്, രംഗങ്ങൾ വേറെയുമുണ്ട്. ആ ആളുകളെ പറ്റി ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതൊന്ന് കലാം ജോലി ചെയ്യുന്ന ചായക്കടയുടെ മുതലാളി, ആ ചായക്കട നടത്തുന്ന ആളുടെ ഒരു വൺ സൈഡ് പ്രണയത്തെ പറ്റി പറയുന്നുണ്ട്. ലൂസി മാം എന്ന് പറയുന്ന ഒരു മേഡം ഈ സിനിമയിൽ വരുന്നുണ്ട്, ലൂസി മാം. ആ ലൂസി മാമിനോട് ചായക്കടക്കാരന് ഒരു പ്രണയമുണ്ട്, അത് വൺ സൈഡ് ആണ്, ആ മാം അത് അറിയുന്നില്ല. അതിനെപ്പറ്റിയും അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു ആൺകുട്ടി കൂടിയുണ്ട്, കലാമിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന, ഹോട്ടലിൽ ജോലി ചെയ്യുന്ന മറ്റൊരു ആൺകുട്ടി. അവന് എപ്പോഴും ആ ഹോട്ടലിൻ്റെ അല്പ ദൂരെ സമതലം അല്ലാത്ത എന്ന് പറഞ്ഞാൽ അല്പം ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന നിരപ്പല്ലാത്ത ചില പ്രദേശം, അവിടെയുള്ള ഒരു ചെറിയ കുന്നിൽ കയറിയിരുന്നു കൊണ്ട് അമിതാഭ് ബച്ചൻ്റെ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. സിനിമ കണ്ടിട്ട് ആ സിനിമയിൽ അമിതാഭ് ബച്ചൻ ചെയ്യുന്ന പോലെയൊക്കെ അനുകരിച്ചുകൊണ്ട് ജീവിക്കുക, ഇതാണ് അവൻ്റെ ഹോബി. ഈ ഒരു ചെറിയ സംഭവം ആ സിനിമയിലുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ കൂടുതൽ വിശദീകരിക്കാത്തതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ മിഹിർ എന്ന ലേഖകനും അതുപോലെ തന്നെ മോർപാൽ ഇവരുടെ കുട്ടിക്കാലവുമായി യോജിക്കുന്ന ചില ഭാഗങ്ങൾ ആ സിനിമയിൽ നിന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഫിലിം കെ കിസ്സോമേ, സിനിമയുടെ കഥയിൽ ഏക്ക് ഒരു യാദ്ഗാർ കിസ്സ, ഓർമ്മയിലെത്തുന്ന, എപ്പോഴും ഓർമ്മയിൽ വരുന്ന ഒരു കിസ്സ കഥയുണ്ട്. എന്താണത്? ചായ്ക്ക് ദുഖാൻ ചലാനെ വാലേക്ക്, ചായക്കട ചലാനെ വാലേക്ക് നടത്തുന്നവൻ്റെ അധൂരെ, അപൂർണമായ എന്ന് പറഞ്ഞാൽ പൂർത്തിയാവാത്തതും, ഏക് തറഫ, തറഫ് സൈഡ്, അപ്പൊ ഏക് തറഫ വൺ സൈഡായ, പ്രേം കാ ഭീ ഹേ, ആ സ്നേഹത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വൺ സൈഡ് പ്രേമത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റൊരു കുട്ടിയെ പറ്റി ഉസ് ലഡ്കെ കാ ഭി, ആ ആൺകുട്ടിയുടെയും കഥ പറയുന്നുണ്ട്. ഏതാണ് ആൺകുട്ടി? ജോ, അവൻ സുദൂർ, അല്പം ദൂരെ, ബീഹഡ് മേം ബൈഠ, ഉയർന്നും താഴ്ന്നു നിൽക്കുന്ന പ്രദേശത്ത്, ബൈഠ ഇരുന്ന്, അമിതാഭ് കി ഫിലിമേം, അമിതാഭ് ബച്ചന്റെ സിനിമകൾ, ദേഖ് ദേഖ് കർ, കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ നിരന്തരമായി കണ്ടിട്ട്, കർ എന്നില്ല അവസാനം വന്നാൽ, ക്രിയയുടെ അവസാനം വന്നാൽ ട് എന്നാണ് അർത്ഥം. കണ്ടിട്ട്, ഉൻകി നക്കൽ കർക്കെ, അദ്ദേഹത്തെ, അമിതാഭ് ബച്ചനെ നക്കൽ കർക്കെ, അദ്ദേഹത്തെ അനുകരിച്ചിട്ട്, ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയും നമ്മൾ. നക്കൽ കർണ ശരിക്കും കോപ്പി അടിക്കുക എന്നർത്ഥമുണ്ട്. ഒരാളെ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ അനുകരിക്കുക. അങ്ങനെ അനുകരിച്ച് ഖുദ് സ്വയം അമിതാഭ് ഹോ ജാനാ ചാഹ്താ ഹേ, അമിതാഭ് ബച്ചൻ ആവാൻ, അതാണ് അമിതാഭ് ഹോ ജാന, അമിതാഭ് ബച്ചൻ ഹോ ജാന ആയിത്തീരാൻ ചാഹ്താ ഹേ, ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. മാത്രമല്ല നോക്കൂ നിങ്ങൾ, ബസ് ഏക് ഫറഖ് ഹേ, എന്നാൽ ബസ് അല്ല ഒരു കാര്യം നമ്മൾ ഇത്ര മാത്രമെന്ന അർത്ഥത്തിലൊക്കെ ഉദ്ദേശിക്കുന്നതാണ് ഏക് ഫറഖ് ഹേ. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ഇവിടുത്തെ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം? ഇത്ര മാത്രം. ഫിലിമേം, സിനിമയിൽ, കലാം, നമ്മുടെ ചോട്ടു എന്ന കലാം ദില്ലി ബി പഹുഞ്ച്താ ഹേ, ഡൽഹിയിലും പഹുഞ്ച്താ ഹേ എത്തുന്നുണ്ട്. ആ സിനിമയിൽ ഒരു വേള നമ്മുടെ കലാം എന്ന കുട്ടി ഡൽഹിയിലും എത്തുന്നുണ്ട്. മാത്രമല്ല ഉസ്സെ, അവന് അപ്നി പസന്ത് കെ, തൻ്റെ ഇഷ്ടമുള്ള, സ്കൂൾ ജാനേ ക, സ്കൂളിലേക്ക് പോകാനുള്ള, മൗഖ ബി, അവസരവും, മിൽത്താ ഹേ, കിട്ടുന്നുണ്ട്. ലേക്കിൻ പക്ഷേ മേരെ ബച്പൻ മേം, എൻ്റെ കുട്ടിക്കാലത്തിൽ, ഐസ നഹി ഹോത്ത, അങ്ങനെ ഉണ്ടാകുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോർപാൽ എന്ന് പറയുന്ന കുട്ടിയുടെ പ്രതീകമാണ് ഇവിടെ കലാം എന്ന് പറയുന്ന കുട്ടി. ഇവരുടെ ഏകദേശ കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷെ ഒരു കാര്യത്തിൽ വ്യത്യാസം സംഭവിച്ചു. സിനിമയിലുള്ള കലാം എന്ന പാവപ്പെട്ട കുട്ടിക്ക് അവസാനം ഡൽഹിയിലേക്ക് പോകാനും പിന്നീട് അവൻ ആഗ്രഹിച്ച സ്കൂളിൽ തുടർന്ന് പഠിക്കാനുള്ള അവസരം കിട്ടുന്നു. ഇതാണ് സിനിമയെങ്കിൽ ജീവിതത്തിൽ, എൻ്റെയും മോർപാലിൻ്റെയും ജീവിതത്തിൽ മോർപാൽ എന്ന കുട്ടിക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല എന്നതാണ് അതിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വ്യത്യാസം ഒഴിച്ച് ബാക്കി സിനിമയിൽ പറയുന്ന അതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. മോർപാൽ കാ സ്കൂൾ, മോർപാൽ എന്ന കുട്ടിയുടെ സ്കൂൾ 8വീം കെ ബാദ്, 8ാം ക്ലാസിന്റെ ശേഷം ചൂട്ട് ജാത്താ ഹേ, കൈവിട്ടു പോകുന്നു. ചൂട്ട് ജാന എന്ന് പറഞ്ഞാൽ മിസ്സായി പോവുക എന്നർത്ഥമുണ്ട്. നമ്മൾ ജസ്റ്റ് മിസ്സിങ്, കൈവിട്ട്, വണ്ടി ഗാഡി ചൂട്ട് കൈ, വണ്ടി കൈവിട്ടു പോയി എന്ന് പറഞ്ഞാൽ മിസ്സായി പോയി. അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, മിസ്സായി പോകുന്നതിനൊക്കെ ചൂട്ട് ജാത്ത എന്ന് പറയുന്നുണ്ട്. വിട്ടുപോവുക. 8ാം ക്ലാസ്സിൽ നിന്ന് തന്നെ അവൻ്റെ സ്കൂൾ ജീവിതം കൈവിട്ടു പോകുന്നു, നിർത്തേണ്ടി വരുന്നു.
എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രാക്കറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചുടുവാ ദിയാ ജാത്താ ഹേ. ചോടന ചുടുവാന, ചോടന നമ്മൾ ഉപേക്ഷിക്കുക, ചുടുവാന എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അവന് സ്കൂൾ ഒഴിവാക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ അവൻ്റെ വീട്ടുകാർ നിർബന്ധിച്ച് അവനെ വീട്ടുജോലിക്ക് വേണ്ടി അവൻ്റെ പഠനം ഉപേക്ഷിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല വഹ് അവൻ അപ്നെ പിതാക്കി തരഹ് തൻ്റെ പിതാവിനെ പോലെ, തരഹ് എന്ന് പറഞ്ഞാൽ പോലെ. നേരത്തെ നമ്മൾ തരഫ് എന്ന് പറഞ്ഞിരുന്നു, വൺ സൈഡ്. തരഫ് തരഹ് മാറിപ്പോകരുത്. തരഫ് എന്ന് പറഞ്ഞാൽ സൈഡ് എന്നാണ്, തരഹ് എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ്. പിതാവിനെ പോലെ ആജ് ഭി ഇന്നും, ഭി എന്ന് പറഞ്ഞാൽ ഇന്നും. വഹീം ഖേത്ത് മജൂരി കർത്താ ഹേ. വഹീം അതേ, നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, അവന് വീട്ടിൽ ധാരാളം കൃഷിയും അതുമായി ബന്ധപ്പെട്ട ജോലികളും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് തന്നെയാണ് പറയുന്നത്. വഹീം അതേ, നേരത്തെ ചർച്ച ചെയ്ത അതേ, ഖേത്ത് മജൂരി കൃഷി, അതുമായി ബന്ധപ്പെട്ട തൊഴിലിൽ, ആ തൊഴിൽ കർത്താഹെ അവൻ ചെയ്യുകയാണ്. ഇന്നും അവനൊരു കർഷകനായി ജീവിക്കുകയാണ്. ഇസ് ലിയെ അതുകൊണ്ട്, മേരെ ലിയെ എന്നെ കലാം കി കഹാനി, ഈ സിനിമയിലെ കലാമിൻ്റെ കഥ, സൗമേ ഏക് കി കഹാനി ഹേ, 100-ൽ ഒരാളുടെ കഥ മാത്രമാണ്. ഏത് 100-ൽ? എൻ്റെ കൂടെ പഠിച്ചിരുന്ന പാവപ്പെട്ട ധാരാളം കുട്ടികളുണ്ട്, 100 കണക്കിന് കുട്ടികൾ. ആ 100 കണക്കിന് കുട്ടികളുടെ കൂട്ടത്തിലെ ഒരു കുട്ടിയാകുന്ന മോർപാൽ എന്ന് പറയുന്ന കുട്ടിയുടെ കഥയുമായിട്ട് സാമ്യമുള്ളതാണ്. എന്നാൽ ബാക്കി 99 കുട്ടികളുടെ കഥ അത് വളരെ സുഖകരമായിരുന്നോ? അല്ല, അതും ഇതിനേക്കാൾ ദയനീയം തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ അത് വിവരിക്കാൻ നിർവാഹമില്ലല്ലോ. നിങ്ങൾ വിചാരിക്കും എൻ്റെ കൂടെ അങ്ങനെ ഒരു കുട്ടി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അല്ല, അവരുടെ കഥകളും എനിക്ക് മറക്കാനാവാത്തത് തന്നെയാണ്. ഇതാണ് പറയുന്നത്, കലാം കി കഹാനി, കലാമിൻ്റെ കഥ, സൗമേം 100-ൽ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന 100-ൽ ഏക് കി ഒരാളുടെ കഹാനി ഹേ കഥ മാത്രമാണ്. ഹമേം എനിക്ക്, ബാക്കി നിന്യ, എവിടെ ഹമേം നമുക്ക് എന്നർത്ഥം, നമുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഹമേം ബാക്കി 99 കഹാനിയോങ്കോ, നമുക്ക് ബാക്കിയുള്ള 99 കഹാനിയോങ്കോ 99 കഥകളെ കഭി ഒരിക്കലും ഭൂൽനാ നഹീ ചാഹിയേ, മറക്കാനാവില്ല, മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ ബാക്കി 99 കുട്ടികളുടെ അവസ്ഥയും ദയനീയം തന്നെയായിരുന്നു. അതൊന്നും പെട്ടെന്ന് എനിക്ക് മറന്നു കളയാൻ കഴിയില്ല. ജോ ആ കഥകൾ ഹമാരെ ബച്പനോ മേ ഹേ, അല്ലെങ്കിൽ അതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത്, നമ്മുടെ കുട്ടിക്കാലത്ത് സംഭവിച്ചത് തന്നെയാണ് എന്നാണ് മിഹിർ പറയുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പാവപ്പെട്ട കുട്ടികളുണ്ട്, അവരുടെ കഥകളൊന്നും എനിക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല, ദയനീയം തന്നെയാണ്. പക്ഷേ അക്കൂട്ടത്തിലെ ഒരു കുട്ടിയാകുന്ന മോർപാലിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവമായിരുന്നു ഈ സിനിമയിൽ. അതുകൊണ്ട് അത് മാത്രം ഞാൻ വിവരിച്ചു എന്ന് മാത്രം. ഇവിടെ പറയുന്ന ഒരു സൈഡ് ബോക്സിൽ നോക്കൂ നിങ്ങൾ, ബാക്കി 99 കഹാനിയോങ്കോ, ബാക്കിയുള്ള 99 കഥകളെ കഭി ഒരിക്കലും ഭൂൽനാ നഹീ ചാഹിയെ, മറക്കാനാവില്ല. ജോ അവ, ആ സംഭവങ്ങൾ ഹമാരെ ബച്പനോ മേ ഹേ, അതും തൻ്റെ കുട്ടിക്കാലത്ത് സംഭവിച്ചത് തന്നെയാണ്. ലേഖകൻ ഐസ ഇങ്ങനെ ക്യോം കഹാ ഹേ, എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നാണ്. അവിടെ നമുക്കതിൻ്റെ ആൻസർ മനസ്സിലാക്കാം. മേരെ ബച്പൻ മേം, എൻ്റെ കുട്ടിക്കാലത്ത്, മോർപാൽ ജയ്സെ, മോർപാലിനെ പോലെ, അനേക ഗരീബ് ബച്ചെ, ധാരാളം പാവപ്പെട്ട കുട്ടികൾ പഠിത്തേതെ പഠിക്കുമായിരുന്നു. ഉൻകി ഹാലത്തെയും, അവരുടെ അവസ്ഥകൾ, ബഹുത്ത് ദയനീയതയും, വളരെ ദയനീയമായിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട്, ഉൻകി കഹാനിയാം, അവരുടെ കഥകൾ, മേരെ മൻമേം, എൻ്റെ മനസ്സിൽ, അഭീബി ഹോത്തെ ഹെ, ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് മായ്ക്കാൻ അത് കഴിഞ്ഞിട്ടില്ല. വഹ് അത്, ഹമേം കഭി ഭൂൽനാ നഹീ ചാഹിയെ, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ ആവില്ല. ഇതാണ് അതിൻ്റെ ആൻസറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഫിലിമേം സിനിമയിൽ ഹമാരെ നായക, നമ്മുടെ നായകന്റെ അസൽ നാം, റിയൽ യഥാർത്ഥ പേരെന്ന് പറയുന്നത് കലാം നഹി ഹെ, കലാമല്ല. കലാം എന്ന കുട്ടിയുടെ യഥാർത്ഥ പേര് കലാം എന്നല്ല. ധാണി പർ, ദാടി എന്ന പ്രദേശത്ത്, കാം കർനെ വാലെ, ജോലി ചെയ്യുന്ന, ഔർ ബച്ചോം കി തര, മറ്റു കുട്ടികളെ പോലെ, ഉസേഭി അവനെയും, സബ് എല്ലാവരും, ചോട്ടു കഹ്കർ ബുലാത്തെ ഹെ,
ചോട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബുലാത്തേഹെ വിളിക്കുന്നത്. കണ്ടോ, ഇവരുടെ നാട്ടിലൊന്നും കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള സൗഭാഗ്യമില്ല. വളരെ ചെറുപ്പത്തിൽ 5 വയസ്സാകുമ്പോൾ നമ്മളെ അമ്മ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തുകയാണെങ്കിൽ, ഈ കലാം എന്ന കുട്ടിയുടെ അമ്മ 5 വയസ്സായപ്പോൾ ഡാണി എന്ന പ്രദേശത്തിലെ ഒരു ചായക്കടയിൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ടാണ് കൊണ്ടാക്കുന്നത്. അത്ര ദയനീയമാണ്. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് അവിടെ ജോലി ചെയ്യുന്ന. അങ്ങനെ ജോലി ചെയ്യുന്ന ചോട്ട, ചെറിയ കുട്ടികളെ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു പേരാണ് ചോട്ടു ചോട്ടു. അത് പൊതുവെ ഒരു വിളിപ്പേരാണ്. അത്തരം ജോലി ചെയ്യുന്ന കുട്ടികളെ ചോട്ടു എന്നാണ് വിളിക്കാറുള്ളത്. ആ ചോട്ടു എന്ന കുട്ടി പിന്നീട് തൻ്റെ പേര് കലാം ആണെന്ന് അവൻ സ്വയം പ്രഖ്യാപിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മറ്റുള്ള കുട്ടികളെ പോലെ ഉസേബി അവനെയും സബ് എല്ലാവരും ചോട്ടു കെഹക്കർ, ചോട്ടു എന്ന് പറഞ്ഞിട്ട് ബുലാത്തേഹെ വിളിക്കുന്നു. ഉസ്കി മാം, അവന്റെ അമ്മ, ജൈസൽമേർക്ക്, ജൈസൽമേറിലുള്ള, കിസി ഏതോ, സുദൂർ ദേഹാത്ത് സെ, ദൂരെയുള്ള, ദേഹാത്ത് സെ ഗ്രാമത്തിൽ നിന്ന്, ആക്കർ വന്നിട്ട്, ഉസേ അവനെ, ഭാട്ടീസാക്കി ചായ്ക്കി ധഡീപ്പർ. ഭാട്ടീസ, ചായക്കട നടത്തുന്ന വ്യക്തിയുടെ പേരാണ് ഭാട്ടീസ. ആ ഭാട്ടീസായുടെ ചായ്ക്കി ധഡി, ചായക്കട, ചായ്ക്കി ധഡീപ്പർ, ചായക്കടയിൽ, കാം കർനെ കേലിയെ, ജോലി ചെയ്യുന്നതിന് വേണ്ടി, അല്ലാതെ ചായ കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നാക്കിയതല്ല, അവിടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി, ചോട് ജാതി ഹേ, അവിടെ വിട്ടിട്ട്, ചോടിന എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നും അർത്ഥമുണ്ട്, വിടുക എന്നും അർത്ഥമുണ്ട്. അവിടെ വിട്ടിട്ട് ജാതി ഹേ പോകുന്നു, അവിടെ ഒരിക്കലും ഉപേക്ഷിച്ചു എന്ന അർത്ഥം വെക്കരുത്. രണ്ടർത്ഥം നമ്മൾ ഉചിതമായി മനസ്സിലാക്കണം. പിതാജി അപ്പിനി ചോട്ടി ബച്ചിക്കോ സ്കൂൾ ചോട എന്ന് പറഞ്ഞാൽ പിതാവ് തൻ്റെ ചെറിയ പെൺകുട്ടിയെ സ്കൂൾ ചോട, സ്കൂളിൽ ഉപേക്ഷിച്ചു എന്നല്ല, സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു എന്നാണ്. മനസ്സിലായില്ലേ? അർത്ഥം മാറിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്, പ്രത്യാഘാതങ്ങളായിരിക്കും സംഭവിക്കുക. അപ്പം പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ വിടുന്നു. വഹ് അംഗ്രേസി തോക്യ, വഹ് അംഗ്രേസി തോക്യ ഹിന്ദി ബി ടീക് സെ നഹി ജാൻതി. അവൻ്റെ നിലവാരം പറഞ്ഞു തരികയാണ് ഈ ചോട്ടു എന്ന് പറയുന്ന കുട്ടിക്ക്. വഹ്, അവന്, ഞാൻ അവന് എന്ന് പറയാൻ കാരണം കോ എന്ന വാക്കിന്റെ അർത്ഥം ചേർത്ത് പറയാൻ. വഹ് എന്ന് പറഞ്ഞാൽ അവനേ ഉള്ളൂ, പക്ഷെ അവന് എന്ന കോയുടെ അർത്ഥം കൂടി ചേർത്ത് പറയാൻ കാരണം ജാനിന എന്ന് വന്നത് കൊണ്ടാണ്. നേരത്തെ പറഞ്ഞതാണ് ജാനിന സക്കന വരുമ്പോൾ ആ സബ്ജക്റ്റിന്റെ കൂടെ കോയുടെ അർത്ഥം ചേർക്കണം. അവൻ എന്ന് പറഞ്ഞാൽ പോലെ അവന്. അംഗ്രേസി തോക്യ, ഇംഗ്ലീഷ് എന്നതൊക്കെ എന്തിനു പറയണം? ഹിന്ദി ബി, അവരുടെ നാട്ടിലെ, അവരുടെയൊക്കെ മാതൃഭാഷയാകുന്ന ഹിന്ദി ബി, ഹിന്ദി പോലും ടീക് സേ നഹി ജാൻതി, ശരിക്കും അറിയുമായിരുന്നില്ല. നമ്മൾ പറയും അവന് ഇംഗ്ലീഷ് വേണ്ട, മലയാളിയായ നമ്മൾ തന്നെ ചിലപ്പോൾ തമാശ രൂപത്തിൽ പറയാറുണ്ട്, ഇംഗ്ലീഷൊന്നും വേണ്ട, അവൻ നല്ല രീതിയിൽ മലയാളം തന്നെ സംസാരിച്ച് കിട്ടിയാൽ വലിയ കാര്യമായിരുന്നു. ഈ രീതിയിലാണ് അവർ ഹിന്ദിയെ പറയുന്നത്, അവരുടെ നാട്ടിലെ ഭാഷയാണ്, അതുകൊണ്ട് തന്നെയാണ് അവനെ അങ്ങനെ പറയുന്നത്. ഇംഗ്ലീഷൊക്കെ എന്തിന്? അംഗ്രേസി തോക്യ, എന്തിനാ ഇംഗ്ലീഷൊക്കെ പറയുന്നത്? ഹിന്ദി ബി ടീക് സെ നഹി ജാൻതി, ഹിന്ദി പോലും ടീക് സെ കൃത്യമായി നഹി ജാൻതി അറിയുമായിരുന്നില്ല. ലേക്കിൻ പക്ഷേ ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നഹി ജീന ചാഹ്ത. കണ്ടോ, നല്ലൊരു പ്രയോഗമാണ്. ചോട്ടു, നമ്മുടെ ചോട്ടു എന്ന കുട്ടി, സിർഫ് കേവലം, ചോട്ടു ഹോക്കർ ഒരു ചോട്ടുവായിട്ട്, നഹി ജീന ചാഹ്ത ഒരിക്കലും ജീന ജീവിക്കാൻ, നഹി ചാഹ്ത ആഗ്രഹിക്കുമായിരുന്നില്ല. അവന്റെ മനസ്സിൽ ഒരു ചോട്ടുവായി ജീവിച്ചാൽ പോരാ. വഹ് അവൻ, ഖുദ് ഹി സ്വയം തന്നെ, അപ്ന നാം തന്റെ പേര്, കലാം റഖ് ലേതാ ഹൈ, കലാം എന്ന് വെക്കുകയാണ്, കലാം എന്ന് പേരിടുകയാണ്. നോക്കൂ, എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? അവൻ ഒരിക്കലും ചോട്ടുവായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചോട്ടു എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന കുട്ടികളെ ടോട്ടൽ വിളിക്കുന്ന പേരാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരനായി ജീവിതം കഴിച്ചു കൂട്ടാൻ ആഗ്രഹിക്കുന്നവനല്ല അവൻ. അവന്റെ മനസ്സിൽ വലിയ മോഹങ്ങളാണ്. അവന് ഉയർന്ന നിലവാരത്തിൽ ജീവിക്കണമെന്ന സ്വപ്നമാണ്. മാത്രമല്ല, കലാം, APJ അബ്ദുൽ കലാമിനെ പോലെ ഉയർന്ന നിലവാരമുള്ള എല്ലാ ആളുകളാലും ആദരവ് ലഭിക്കുന്ന ഒരു വ്യക്തി ആയിത്തീരണമെന്ന മോഹമാണ് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ചോട്ടുവായിട്ട് ജീവിക്കാൻ. കണ്ടോ, നെഹി ലേക്കിൻ ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നെഹി ജീന ചാഹ്ത. ചോട്ടു എന്ന കുട്ടി കേവലം ചോട്ടുവായിട്ട് നെഹി ജീന ചാഹ്ത ജീവിക്കാൻ ആഗ്രഹിക്കുമായിരുന്നില്ല. ഇസ്സേ ആപ്നെ ക്യാ സംഝ, ഇതുകൊണ്ട് താങ്കൾക്ക് എന്താണ് മനസ്സിലായത് എന്നാണ് പറയുന്നത്. നമുക്ക് പറയാം, ചോട്ടു ഏക് ചായ് കി ദടി മേ കാം കർനെ വാല ബച്ചാ ഹെ. ചോട്ടു ഒരു ചായക്കടയിൽ ജോലി ചെയ്യുന്ന ബച്ചാ ഹെ, കുട്ടിയാണ്. ചോട്ടു
നാം ചോട്ടു എന്ന പേര്. ഇസി പ്രകാർ ഇപ്രകാരത്തിൽ കാം കർനെ വാലെ ജോലി ചെയ്യുന്ന സാരേ ബച്ചോं को बुलाने वाले नाम है. ഇങ്ങനെ ജോലി ചെയ്യുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഇതുപോലുള്ള നിലവാരത്തിൽ ജോലി ചെയ്യുന്ന മുഴുവൻ കുട്ടികളെയും സാരേ ബച്ചോं को മുഴുവൻ കുട്ടികളെയും ബുലാനെ വാലെ വിളിക്കുന്ന നാം ഹെ പേരാണ്. ഇസ്ലിയെ അതുകൊണ്ട് ചോട്ടു ഹമേഷ ചോട്ടു എപ്പോഴും ഇസി പ്രകാർ കി ജിന്ദഗി ഇതുപോലുള്ള ജീവിതം നഹി ചാഹ്ത ആഗ്രഹിക്കുന്നില്ല. വഹ് ഊഞ്ചെ സ്തർ കെ ഉയർന്ന ലെവലിലുള്ള ജിന്ദഗി ചാഹ്താ ഹെ ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. ഇസി പ്രകാർ കലാം ജൈസെ ബഡേ ലോഗോं की तरह കലാമിനെ പോലെ ബഡേ ലോഗോं की तरह വലിയ ആളുകളെ പോലെ ജീനാ ബി ചാഹ്താ ഹെ അവൻ ജീവിക്കാനും ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വർക്കുകൾ നമുക്ക് അടുത്ത പാർട്ടിൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമുള്ള ഒരു വീഡിയോ നമുക്ക് പറയാനുണ്ട്. അതിൽ നമുക്ക് ഈ വർക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നോട്ട്സ് രൂപത്തിൽ തന്നെ നമുക്കത് വിശദീകരിക്കാം. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നോക്കൂ നിങ്ങൾ. വഹ് ഖുദ് അവൻ സ്വയം, ഖുദ് ഹി സ്വയം തന്നെ, അപ്ന നാം തന്റെ പേര്, കലാം റഖ് ലേതാ ഹെ കലാം എന്ന് വെക്കുന്നു. ഇസ് നാമുമേം ഈ പേരിൽ, ഉസ്കി അവന്റെ, ആകാംക്ഷാവും എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിലുള്ള ആകാംക്ഷകൾ, ആ ആകാംക്ഷാവും കാ അക്സ് ഹെ ആകാംക്ഷകളുടെ അക്സ് ഹെ ചിത്രം വ്യക്തമാകുന്നു. അവന്റെ മനസ്സിൽ എത്രത്തോളം ആകാംക്ഷകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, എത്രത്തോളം വലിയ സ്വപ്നങ്ങളുണ്ട് എന്ന് ഈ പേര് നൽകിയതിൽ നിന്ന് അതിൻ്റെ ഒരു അക്സ് ചിത്രം നമുക്ക് ലഭിക്കുന്നു. അവൻ കലാമിനെ പോലെ ആവണമെന്നാണ്, അല്ലാതെ ചെറിയ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല അവൻ മനസ്സിൽ കണ്ടത്. അവന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, അവന്റെ മനസ്സിലെ ആകാംക്ഷകൾ എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ ഒരു ചിത്രം ഈ പേര് സ്വയം സ്വീകരിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉസ്കെ ഹാത്ത് കി ബനായി ചായ്മേ, ആ കുട്ടിയുടെ ഒരു പ്രത്യേക കഴിവ് എന്ന് പറയുന്നത് അവന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായക്ക് വല്ലാത്ത ഒരു മാജിക്കാണ്, അല്ലെങ്കിൽ മായാജാലമാണ്, ഒരു അത്ഭുതമാണ്. അത് കുടിക്കുന്ന ആളുകൾക്കൊക്കെ വല്ലാത്ത സന്തോഷകരവും വല്ലാത്ത സ്നേഹവുമാണ് അവനെ കൊണ്ട്. കാരണം അവൻ്റെ കൈപുണ്യം അത് വല്ലാത്ത പ്രശംസനീയം തന്നെയാണ്. ചായക്കടക്കാരനായ വ്യക്തിയും എപ്പോഴും അക്കാര്യത്തിൽ അവനെ പ്രശംസിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഉസ്കെ ഹാത്ത് കി ബനായി, അവൻ്റെ കൈ കൊണ്ട് ബനായി ഉണ്ടാക്കിയ ചായ്മേം, ചായയിൽ ജാദു ഹേ ഒരു മാജിക് ഉണ്ട്, ഒരു മായാജാലമുണ്ട്. ബാട്ടി സാബി കടക്കാരനായ ബാട്ടി സാബ് പോലും ഉസ്കി കലാകാരി കി അവന്റെ ഈ കലാകാരി എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകമായ കല കഴിവിൽ വാഹ്വാഹി കർത്തേ നഹി ദക്തേ, വാഹ്വാഹി കർണ പ്രശംസിക്കുക, അവനെ ഇങ്ങനെ പ്രശംസിച്ചിട്ടൊന്നും നഹി ധക്തേ, ധക്ന എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക എന്നാണ്. അവനെ പ്രശംസിച്ച് ക്ഷീണിക്കാറില്ല എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ? നമ്മളൊരു കാര്യം നിരന്തരം ചെയ്യുമ്പോൾ നമ്മൾ ക്ഷീണിക്കും, പിന്നെ നമ്മളത് നിർത്തിവെക്കും. പക്ഷേ ഇവന്റെ ഈ കൈപുണ്യത്തിൽ അവനെ പ്രശംസിച്ചിട്ട് എത്ര പ്രശംസിച്ചിട്ടും അദ്ദേഹം തളരുന്നില്ല, ക്ഷീണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിരന്തരം ഈ വിഷയത്തിൽ അവനെ പ്രശംസിക്കും. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായക്ക് വല്ലാത്ത മാജിക്കാണ് എന്ന് ആ കുട്ടിയോട് നിരന്തരം പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു ക്ഷീണവും സംഭവിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഒരു മടുപ്പും അദ്ദേഹത്തിന് തോന്നാറില്ല. നിരന്തരമായി അവനെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നു. ജഗ്ഹ് ഐസി ഹേ കി, എന്നാൽ ജഗ്ഹ് ഐസി ഹേ, ഐസി ജഗഹ് ഹേ ഇവരുടെ ചായക്കട നിൽക്കുന്ന ആ ഭാഗത്തെ പറ്റി പറയുകയാണ്. ആ പ്രദേശം, ആ ജഗഹ്, ആ സ്ഥലം ഐസി ഹേ അങ്ങനെയുള്ളതായിരുന്നു. കി എങ്ങനെയുള്ളതെന്നാൽ വിദേശി ടൂറിസ്റ്റ് ബഹുത് ആത്തെ ഹേ അവിടങ്ങളിലേക്ക് വിദേശ ടൂറിസ്റ്റുകൾ വളരെയധികം ആത്തെ ഹേ വരാറുണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ്. കലാം സീഖ്നെ മേം തേസ് ഹേ, കലാം എന്ന കുട്ടിയുടെ പ്രത്യേകത സീഖ്നെ മേം പഠിക്കുന്നതിൽ, തേസ് ഹേ വേഗതയുള്ളവനായിരുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും വളരെ വേഗത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ അവൻ മിടുക്കനായിരുന്നു. അവൻ്റെ മനസ്സിലെ ആഗ്രഹമാണത്. അപ്പോൾ ഏത് കാര്യം അവൻ അറിയാത്ത എന്തൊരു വിഷയമുണ്ടെങ്കിലും ജസ്റ്റ് അതിലേക്ക് ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട്
പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു പവർ അവനിലുണ്ടായിരുന്നു. അതാണ് പഠിക്കുന്നതിലുള്ള ഒരു വേഗത, സ്പീഡ് അവനുണ്ടായിരുന്നു. ഝട് സേ പെട്ടെന്ന്, ഉൻകി ബോലി സീഖ് ജാത്താ ഹെ, പെട്ടെന്ന് തന്നെ ഉൻകി ബോലി അവരുടെ ബോലി, സംസാരം എന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലീഷുകാർ വരാറുണ്ട്, വിദേശികൾ വരാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് ആ വിദേശികളുടെ സംസാരത്തെ സീഖ് ജാത്താ ഹെ, പഠിച്ചെടുക്കുന്നു. മാത്രമല്ല ജൽദി ഹി, വളരെ വേഗത്തിൽ തന്നെ വിദേശ സേ ആയി, വിദേശത്ത് നിന്ന് വന്ന ലൂസി മാഡം കാബി, ഇത് മറ്റൊരു കഥാപാത്രമാണ് ലൂസി മാഡം. ഈ ലൂസി മാഡവുമായിട്ട് ഇവൻ പരിചയപ്പെടുന്നുണ്ട്. ലൂസി മാഡം കാബി, ലൂസി മാഡത്തിൻ്റെയും ദിൽ ജീത്ത് ലേത്താ ഹെ എന്ന് പറഞ്ഞാൽ ഹൃദയം, ദിൽ ഹൃദയം, മനസ്സ്, സ്നേഹം എന്നൊക്കെ അർത്ഥമുണ്ട്. ദിൽ ജീത്ത് ലേന, ഹൃദയം കീഴടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലൂസി മാം ഈ ചെറിയ കുട്ടിയുടെ അവൻ്റെ കഴിവ് കണ്ടുകൊണ്ട് ആ മേഡത്തിന് അവനോട് വല്ലാത്ത ഒരു സ്നേഹം തോന്നുന്നു. ആ മേഡത്തിൻ്റെ ഹൃദയം കീഴടക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. എന്ന് പറഞ്ഞാൽ ആ മേഡത്തിന് ഈ കുട്ടിയോട് വല്ലാത്തൊരു സ്നേഹവും വാത്സല്യവും തോന്നി, അവനെ ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. ലൂസി മാഡം അങ്ങനെ അവനോടുള്ള ഇഷ്ടം കൊണ്ട് ലൂസി മാഡം വാദാ കർത്തി ഹെ, അവന് വാക്ക് നൽകുകയാണ്, അവനോട് വാക്ക് പറയുകയാണ്. കി എന്തെന്നാൽ വേ അവർ, ഉസ്സെ അവനെ, അപ്നെ സാത്ത് തൻ്റെ കൂടെ, ദില്ലി ലേക്കർ ഡൽഹിയിലേക്ക്, ലേക്കർ ജായെങ്കി കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ നിന്നെ ഡൽഹിയിലേക്ക് ഒരിക്കൽ കൊണ്ടുപോകും. ആ ഡൽഹിയൊക്കെ നിന്നെ ചുറ്റിച്ച് കാണിക്കും. അതുമാത്രമല്ല ദില്ലി മേം, ഡൽഹിയിൽ ഡോക്ടർ കലാം ഹെ, ഡോക്ടർ APJ അബ്ദുൽ കലാം ഉണ്ട്. ജിൻ സേ മിൽക്കർ, ജിൻ സേ മിൽക്കർ, സേ മിൽന വരുമ്പോൾ കാണുക എന്നാണ് മിലിനൊക്കെ അർത്ഥം വരിക. ജിൻ സേ മിൽക്കർ, അദ്ദേഹത്തെ കണ്ടിട്ട്, ഹമാരെ കലാം കോ, നമ്മുടെ കലാം എന്ന കുട്ടിക്ക്, കുച്ച് കഹ്നാ ഹെ, ചിലത് പറയാനുണ്ട്. അവൻ്റെ വലിയൊരു മോഹമാണ്. ചായക്കടയിൽ ഒരു ദിവസം നിൽക്കുമ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ പ്രസംഗം കേൾക്കാനിടയാവുകയാണ്. ആ പ്രസംഗത്തിൻ്റെ മനോഹരമായ ആ വാക്കുകൾ കേട്ടുകൊണ്ട് അവൻ്റെ മനസ്സ് വല്ലാതെ സ്വാധീനിക്കുകയാണ്. അങ്ങനെയാണ് അവന് ഉയർന്ന ആളാവണമെന്നും നല്ല രീതിയിൽ സ്വപ്നം കാണണമെന്നും കലാമിനെ പോലെയായി കലാമുമായിട്ടൊന്ന് സംസാരിക്കാനൊക്കെ അവൻ്റെ മനസ്സിൽ മോഹം വന്നത്. അങ്ങനെയാണ് ലൂസി മാം പറയുന്നത്, നിന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാം. ആ ഡൽഹിയിലേക്ക് പോകുന്ന അവൻ്റെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത് താൻ ഇഷ്ടപ്പെടുന്ന APJ അബ്ദുൽ കലാമിനെ കണ്ട് സംസാരിക്കാൻ ഒരവസരം കിട്ടുമല്ലോ എന്നാണ് അവൻ ചിന്തിച്ചത്. ഒരു ദിവസം റൺ വിജയ് എന്ന കുട്ടിക്ക് ഉസ്കെ സ്കൂൾ മീം, അവൻ്റെ സ്കൂളിൽ ഭാഷൺ ദേന പ്രസംഗിക്കുക, സ്പീച്ച് പ്രസംഗിക്കുന്നതിന് വേണ്ടി കഹാ ജാത്ത ഹെ, പറയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ റൺ വിജയ് എന്ന കുട്ടിയോട് സ്കൂളിൽ പ്രസംഗം നടത്താൻ സ്കൂളിലുള്ളവർ പറയുന്നു. കഹാ ജാത്ത ഹെ, പറയപ്പെടുന്നു എന്നാണ്. അപ്പം റൺ വിജയ്ക്ക് പിന്നെ സ്കൂളിൽ നിന്ന് അങ്ങനെ ഒരു ഓർഡർ കിട്ടുന്നു എന്ന് മനസ്സിലാക്കുക. റൺ വിജയ് പരേഷാൻ ഹെ, റൺ വിജയ് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, വിഷമത്തിലാണ്. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ ഉസ്കി ഹിന്ദി, അവൻ്റെ ഹിന്ദി, ഇത്തിനി അച്ചി നഹി, ഇത്രമാത്രം അച്ചി നഹി, നല്ലതായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ അതിലുപയോഗിക്കുന്ന ഭാഷ നമ്മൾ സംസാരിക്കുന്ന ഭാഷയല്ലല്ലോ. വളരെ ശുദ്ധമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അക്ഷരസ്ഫുടതയോടുകൂടി നല്ല താളത്തിലായിരിക്കണമല്ലോ പ്രസംഗം. അതുകൊണ്ട് അവൻ്റെ ആ ഒരു സംസാര ശൈലി, അവൻ്റെ ഭാഷ ഒരു പ്രസംഗത്തിന് പറ്റിയതല്ല. അതുകൊണ്ട് തനിക്കതിന് കഴിയുമോ എന്ന ആശങ്കയിൽ അവൻ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കലാം യഹ് ജാൻതാ ഹെ, കലാമിന് ഇത് അറിയാൻ കഴിഞ്ഞു, ഇതറിയാം എന്താ വിഷയമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാര്യങ്ങൾ ഉൾക്കൊണ്ട കലാം ഛഡ്, പെട്ടെന്ന്, ഏക്ക് അച്ഛാ സാ ഭാഷൺ, ഒരു നല്ല പ്രസംഗം, സ്പീച്ച്, ലിഖ് എഴുതിയിട്ട്, അപ്പിനെ ദോസ്ത്, തൻ്റെ കൂട്ടുകാരനാകുന്ന റൺ വിജയ്ക്ക് ദേതാ ഹെ, നൽകുന്നു, കൊടുക്കുന്നു. നീ ഒരു കാര്യം കൊണ്ട് വിഷമിക്കേണ്ട, നിനക്കുള്ള പ്രസംഗം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല ആശയങ്ങൾ ഉൾപ്പെടുന്ന മനോഹരമായ ഒരു പ്രസംഗം എഴുതി അവന് നൽകുകയാണ്. റൺ വിജയ് അതൊക്കെ കാണാതെ ബൈഹാർട്ട് ചെയ്തുകൊണ്ട് മനോഹരമായ രീതിയിൽ സ്കൂളിൽ പ്രസന്റ് ചെയ്യുകയും അങ്ങനെ സ്കൂളിൽ നിന്ന് ആ പ്രസംഗത്തിന് അവന് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലഭിക്കുകയും അവൻ അതിൻ്റെ കാരണത്താൽ പ്രത്യേകമായ തോഫ, സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ വ്യക്തമാക്കി പറയുന്നുണ്ട്. റൺ വിജയ് പ്രഥം പുരസ്കാർ പാത്താ ഹെ, ആ പ്രസംഗ മത്സരത്തിൽ റൺ വിജയ്ക്ക് പ്രഥം പുരസ്കാർ, ഫസ്റ്റ് പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ്, പാത്താ ഹെ, കിട്ടുന്നു. ഇസ് ബീച്ച്, ഇതിൻ്റെ ഇടക്ക് റാണാ സാബിൻ്റെ കരിംദേ, റാണാസ എന്ന് പറയുമ്പോൾ റൺ വിജയിയുടെ അച്ഛനാണ് റാണാസ.
അവിടുത്തെ ആ നാട് ഭരിക്കുന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. ആ നാടിനെ ഭരിക്കുന്ന നാട്ടുരാജാവാകുന്ന റാണാ സാബിന്റെ കരിന്തേ കാവൽക്കാർ, അദ്ദേഹത്തിന് സേവനം ചെയ്യുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ ഭടന്മാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ കരിന്തേ സേവകർ എന്തോ ഒരു വിഷയത്തിൽ ഈ കലാം ജോലി ചെയ്യുന്ന ഹോട്ടലിൽ പരിശോധന നടത്തുകയാണ്. ആ പരിശോധന നടത്തുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് രൺവിജയുടെ ചില കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും ഇവർക്ക് ലഭിക്കുകയാണ്. സത്യത്തിൽ രൺവിജയ് തന്റെ കൂട്ടുകാരൻ സ്നേഹത്തോടെ നൽകിയതാണത്. ഇത് കിട്ടിയപ്പോൾ ആ ഭടന്മാർ അവനെ പിടിച്ച് കലാമിനെ പിടിച്ചുകൊണ്ട് രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കുകയാണ്. രാജാവ് പലതവണ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ കിട്ടിയതാണ്, നീ മോഷ്ടിച്ചതാണോ? പക്ഷേ കലാം പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ല, ഞാൻ ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല, പിന്നെ നിനക്കിതെങ്ങനെ കിട്ടി? പക്ഷേ രൺവിജയ് എന്ന കൂട്ടുകാരൻ തന്നതാണെന്ന് പറയാനുള്ള പേടി. കാരണം കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, നീ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവനായതുകൊണ്ട് നീയുമായുള്ള കൂട്ടുപാടില്ലെന്ന് എൻ്റെ അച്ഛൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ നിന്നോട് സൗഹൃദം കാണിക്കുകയാണ്. ഒരിക്കലും നീയും ഞാനും കൂട്ടുകാരാണെന്ന കാര്യം അച്ഛൻ അറിയരുതെന്ന് ആദ്യം അവനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതിന്റെ കാരണത്താൽ തൻ്റെ കൂട്ടുകാരനാകുന്ന രൺവിജയെ രക്ഷപ്പെടുത്താൻ അവൻ പറയുന്നില്ല, ഇത് അവൻ സമ്മാനമായി തന്നതാണെന്ന് പറഞ്ഞില്ല. പിന്നെ രാജാവ് പറഞ്ഞു, എങ്കിൽ നീ മോഷ്ടിച്ചതാണല്ലേ എന്ന് പറയുമ്പോൾ കള്ളനാണെന്ന് എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയപ്പോൾ കലാമിന് കരച്ചിൽ വന്നു. ഇതുവരെ മോഷ്ടിക്കാത്ത തന്നെ എല്ലാവരും കള്ളനെന്ന് വിളിക്കുകയാണോ? അങ്ങനെയാണ് അവിടെ രാജാവ് അവനെ ചീത്ത പറയുന്നതും അവൻ്റെ അമ്മയും അതുപോലെ തന്നെ കടക്കാരനുമൊക്കെ അവനെ കുറ്റപ്പെടുത്തുമ്പോൾ സങ്കടത്തോടുകൂടി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവൻ കിട്ടിയ വാഹനത്തിൽ ഡൽഹിയിലേക്ക് പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ ഒരു സംഭവം അവിടെ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ ഈ ഒന്നാം സമ്മാനവുമായി കൊണ്ട് വീട്ടിലേക്ക് വരുന്ന അവൻ്റെ മകൻ രൺവിജയ് അവൻ വീട്ടിലെത്തുന്ന സമയത്ത് പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവസാനം രൺവിജയ് എല്ലാം തുറന്നു പറയുകയാണ് അച്ഛനോട്, ഞാൻ കൊടുത്തതാണ്. അവൻ ഇങ്ങനെ അവൻ്റെ മോഹങ്ങളൊക്കെ രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവിന് സങ്കടം തോന്നുകയും അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, കുട്ടിയെ അന്വേഷിച്ചു കൊണ്ട് വിടുകയും അവസാനം ഡൽഹിയിലേക്ക് പോയ കലാമിനെ അവർ കണ്ടെത്തുകയും സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരുന്നു. പിന്നീട് ഈ രൺവിജയുടെ കൂടെ തന്നെ അവൻ ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്ന അങ്ങനെ കലാം എന്ന കുട്ടിക്ക് തൻ്റെ സ്വപ്നം പൂവണിയാനുണ്ടായ സാഹചര്യമാണ് ഈ സിനിമയുടെ അവസാനത്തിൽ പറയുന്നത്. നോക്കൂ, രൺവിജയ് പ്രഥം പുരസ്കാർ പാത്താ ഹെ, രൺവിജയ്ക്ക് 1ാം സ്ഥാനം ലഭിക്കുന്നു. ഇസ് ബീച്ച് ഇതിൻ്റെ ഇടക്ക് റാണാ സാബിൻ്റെ കരിന്തേ കാവൽ ഭടന്മാർ കലാം കെ ഘർ, കലാമിൻ്റെ വീട്ടിൽ തലാഷി ലേനെ സെർച്ച് ചെയ്യുന്നതിന് ആത്തെ ഹെ വരുന്നു. അവർ മാത്രമല്ല വഹാം അവിടെ കുംവർ രൺവിജയ്, കുംവർ കുമാരനാകുന്ന, അത് പറഞ്ഞാൽ രാജാവിൻ്റെ മകൻ കുംവർ രൺവിജയ്, കുമാരനാകുന്ന രൺവിജയുടെ ചീസോംകോ ചില സാധനങ്ങളെ കിട്ടുന്നു. അങ്ങനെ പാന കിട്ടുക, കാണുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ കണ്ടു എന്നും കിട്ടി എന്നും അർത്ഥം വെക്കാം. ചീസും കൊപ്പ കണ്ടിട്ട് കലാം പർ, കലാം എന്ന കുട്ടിയിൽ ചോരി കാ ആരോപ്, മോഷണത്തിന്റെ ആരോപണം ലഗാത്തെ ഹെ, ആരോപണം നടത്തുന്നു, അവനെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കുന്നു, മോഷ്ടിച്ചവനെന്ന് മുദ്ര കുത്തുന്നു. ലേക്കിൻ പക്ഷേ കലാം ഫിർ കലാം ഹെ, കലാം ഫിർ കലാം ഹെ, പിന്നെയും കലാം തന്നെയല്ലേ എന്ന് പറയണം. കലാം എന്ന് പറയുന്നത് കലാം വെറുതെ നൽകിയ പേരല്ല, കലാമിനെ പോലെ ആവണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിട്ട പേരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കലാം എന്ന പേരവൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവനാള് കലാമല്ലേ, അവൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും കള്ളത്തരം പറയില്ല, അവൻ സത്യമേ പറയൂ എന്ന തീരുമാനമാണ് പറയുന്നത്. കലാം ഫിർ തോ കലാം ഹെ എന്ന് പറഞ്ഞാൽ കലാം എന്ന കുട്ടി കലാമല്ലേ എന്ന് പറഞ്ഞാൽ കലാമിനെ പോലെയല്ലേ അവൻ്റെ ഭാഷ, അതുപോലെ അവൻ്റെ സംസ്കാരം ഒക്കെ കലാമിനെ പോലെ ആക്കാൻ വേണ്ടി തീരുമാനിച്ചവനല്ലേ. അതുകൊണ്ട് അവൻ്റെ തനി ഗുണം തന്നെയാണ് അവൻ കാണിക്കുന്നത്. ഇസ് ഝൂട്ടെ ആരോപ് കെ സാമനെ ബി, ഈ കള്ള ആരോപണത്തിൻ്റെ ഝൂട്ട എന്ന് പറഞ്ഞാൽ കള്ളം എന്നാണ്, സച്ച് എന്ന് പറഞ്ഞാൽ സത്യം, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഝൂട്ട, കള്ളം. കള്ള ആരോപണത്തിൻ്റെ സാമനെ ഭി, മുന്നിൽ പോലും, അപ്പിനി ദോസ്തി ക, തൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രതിജ്ഞ നഹി തോർത്ത, അവൻ പൊട്ടിക്കുന്നില്ല. നേരത്തെ അവൻ കൊടുത്ത ആ പ്രതിജ്ഞ അവൻ പൊട്ടിച്ചില്ല. ഒരുപക്ഷെ അവന് സത്യം പറയാം, ഇതെൻ്റെ കൂട്ടുകാർ എനിക്ക് സമ്മാനമായി നൽകിയതാണ്. പക്ഷേ കലാം കൊടുത്ത അവൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുന്നവനാണ്. കാരണം അവൻ്റെ പേര് കലാം എന്നാണല്ലോ, അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. കലാമാണല്ലോ, ഏതെങ്കിലും കുട്ടിയല്ലല്ലോ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ്. അവൻ കൊടുത്ത വാക്ക് ഒരിക്കലും
പിന്നെ പൊട്ടിക്കുന്നവനല്ല, അത് പാലിക്കുന്നവൻ തന്നെയാണ്. വീട്ടിലേക്ക് തിരിച്ച് നമ്മുടെ രാജകുമാരൻ വീട്ടിലേക്ക് വരികയാണ്. വന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അവൻ അറിയാണ്, ഈ കലാമിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ പാഠത്തിൽ പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ മിഹിർ അതുപോലെയുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്പഭാഗം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇതൊക്കെ സിനിമയിലുള്ള സംഭവമാണ്. ഈ രാജാവ് വിളിക്കുന്നതും അവന് കുറ്റാരോപണം നൽകുന്നതും അവൻ ഡൽഹിയിലേക്ക് പോകുന്നതൊക്കെ സിനിമയിലുണ്ട്. പക്ഷേ ഇവിടെ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. യഹ്ജാൻകർ ഇതറിഞ്ഞിട്ട് കി എന്തെന്നാൽ റാണ കുംവർക്കോ ഉസ്സേ കി ദോസ്തി കി സസാ ദേംഗെ, അവൻ ഇതറിഞ്ഞിട്ട് കൂടിയാണ് ഇത് പറയാത്തത്. അവനറിയാം എന്ത്, ഇതെങ്ങാനും അവൻ്റെ അച്ഛൻ എനിക്ക് രാജകുമാരൻ തന്നതാണെന്ന് ഞാൻ രാജാവിനോട് പറഞ്ഞാൽ രാജാവ് അവനെ ഒരു പക്ഷേ ശിക്ഷിക്കും. ഇതും കൂടി മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് കലാം എന്ന കുട്ടി ഈ സത്യം പറയാത്തത് എന്നാണ് പറയുന്നത്. യഹ്ജാൻകർ ഇതറിഞ്ഞിട്ടും കി എന്തെന്നാൽ റാണ കുംവർക്കോ കുമാരനാകുന്ന അല്ലെങ്കിൽ റാണ രാജാവ് കുംവർക്കോ കുമാരനെ ഉസ്സേ കി ദോസ്തി, ഉസ്സേ കി ദോസ്തി എന്ന് പറഞ്ഞാൽ അവനുമായി ഉണ്ടാക്കിയ സൗഹൃദം, നമ്മുടെ കലാമുമായി ഉണ്ടാക്കിയ ദോസ്തി കി ആ സൗഹൃദത്തിന്റെ കാരണത്താൽ സസാ ദേംഗെ ശിക്ഷ നൽകും. ഇതും കൂടി അറിഞ്ഞിട്ടാണ് അവൻ ഈ സത്യം പറയാത്തത്. അവര് ഞാൻ കള്ളനാണെങ്കിൽ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നെ വേണമെങ്കിൽ ശിക്ഷിച്ചോട്ടെ, പക്ഷെ എൻ്റെ കൂട്ടുകാരനെ ശിക്ഷിക്കാൻ ഞാൻ കാരണമാകരുതെന്ന് അവൻ തീരുമാനിക്കുകയാണ്. അവൻ ചോരിക്ക ഇൽസാം, ആ മോഷണത്തിൻ്റെ ഇൽസാം കുറ്റാരോപണം എന്ന് പറഞ്ഞാൽ ആ മോഷണത്തിൻ്റെ എല്ലാ ശിക്ഷയും അതിൻ്റെ എല്ലാ ആരോപണങ്ങളും സഹ് ജാത്താ ഹേ, സഹ് ജാത്ത അവൻ സ്വയം സഹിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഉനേം അവന് അപ്നി ദോസ്തി കെ ബാരേമേം നഹി ബത്താത്ത, അങ്ങനെയൊക്കെ ആയിട്ടും ഉനേം അവന് അപ്നി ദോസ്തി കെ ബാരേമേം തൻ്റെ സൗഹൃദത്തെ പറ്റി നഹി ബത്താത്ത പറയുമായിരുന്നില്ല, അവൻ പറയാൻ തയ്യാറായില്ല. യഹീം വഹ് തൈ കർത്താ ഹെ, ഇത് തന്നെയാണ് അവൻ തീരുമാനിക്കുന്നത്. രാജാവ് കുറ്റാരോപണം നടത്തുന്ന സമയത്തൊക്കെ തല താഴ്ത്തിക്കൊണ്ട് അവൻ ഒരു മനസ്സിലൊരു തീരുമാനമെടുക്കുന്നുണ്ട്. എന്താണ് തീരുമാനം? താൻ മുമ്പ് കലാമിനെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ കൊടുക്കാനായി എഴുതി വെച്ച ഒരു കത്തുണ്ടല്ലോ തൻ്റെ വീട്ടിൽ, ആ കത്ത് നേരെ എടുത്തുകൊണ്ട് ഡൽഹിയിൽ പോകണം, APJ അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ കൊടുക്കണം എന്ന തീരുമാനമാണ് ആ സമയത്ത് അവൻ തീരുമാനിക്കുന്നത്. ഈ നാട്ടിൽ ഇനി വേണ്ട, ഞാൻ ഈ നാട് വിട്ടുപോവുകയാണ്, ആ പോകുന്നത് നേരെ കലാമിനെ കാണാനാണ്, ആ കത്ത് ഞാൻ വീട്ടിൽ പോയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതാണ് അവൻ്റെ മനസ്സിൽ അപ്പോഴുണ്ടായിരുന്നത്. യഹീം ഇത് തന്നെയാണ് വഹ് അവൻ തൈ കർത്താ ഹെ ഡിസൈഡ് ചെയ്യുന്നത് കി എന്തെന്നാൽ വഹ് അവൻ അപ്നി ചിട്ടി തൻ്റെ ആ കത്ത് സീധെ നേരെ ഡയറക്റ്റ് അപ്നെ ഹംനാം തൻ്റെ അതേ പേരുള്ള, തൻ്റെ പേര് കലാമാണ്, അദ്ദേഹത്തിൻ്റെ പേര് കലാമാണ്, അതാണ് തൻ്റെ അതേ പേരിലുള്ള ഡോക്ടർ കലാം കോ, ഡോക്ടർ കലാമിന് ദില്ലി ജാക്കർ ഡൽഹിയിലേക്ക് പോയിട്ട് ഖുദ് സ്വയം നേരിട്ട് ദേഗ ഇത് നൽകും. ഇതാണ് അവൻ്റെ മനസ്സിലുള്ള ആ സമയത്തുള്ള തീരുമാനം. അവർ മാത്രമല്ല വോഹ് അക്കേലാഹി നിക്കൽ പടുത്താ ഹെ, അവൻ അക്കേലാഹി ഒറ്റക്ക് തന്നെ നിക്കൽ പടുത്താ ഹെ പുറപ്പെടുന്നു. രാസ്തേമേം പോകുന്ന വഴിയിൽ മുഷ്കിലേ ഹെ, ഒരുപാട് പ്രയാസങ്ങൾ അവൻ നേരിടുന്നുണ്ട്. ആ സിനിമയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തുകൊണ്ടാണ് അവൻ അവിടെ എത്തുന്നത്. അങ്ങനെ കലാമിനെ കാണാൻ കോട്ടയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ആ പോലീസുകാർ, കാവൽ നിൽക്കുന്നവർ അവനെ തടഞ്ഞു നിർത്തുകയും നിഷ്കളങ്കമായിട്ട് അവനോട് അവൻ തൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഇത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ആ കാവൽക്കാർ പറയുന്നുണ്ട്, എങ്കിൽ മോനെ ഞങ്ങൾ കൊടുത്തോളാം, ഞങ്ങൾ കൊടുത്താൽ പോരെ, അദ്ദേഹത്തിന് നേരിട്ട് അങ്ങോട്ട് കയറി ചെല്ലാനുള്ള പെർമിഷൻ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആ ആളുകളുടെ കയ്യിൽ കത്തേൽപ്പിച്ചുകൊണ്ടാണ് കലാം വരുന്നത്. ആ പ്രയാസങ്ങളൊന്നും ഇവിടെ നമ്മുടെ പാഠത്തിൽ പറഞ്ഞിട്ടില്ല. അത് ചുരുക്കിയിട്ട് പറയുകയാണ്, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലേക്കിൻ പക്ഷേ കഥാക്കെ അന്തമേം എല്ലാം കഴിഞ്ഞും കഥയുടെ അവസാന ഭാഗത്ത്, കഥാക്കെ അന്തുമേം എൻഡിൽ അവസാന ഭാഗത്ത് കലാം കോ, കലാം എന്ന കുട്ടിക്ക് അപ്നി മൻസിൽ തൻ്റെ ലക്ഷ്യസ്ഥാനം മിൽത്തി ഹെ കിട്ടുന്നു. താൻ എന്താണോ ലക്ഷ്യം വെച്ചത്, താൻ ലക്ഷ്യം വെച്ചത് ഉയർന്ന സ്കൂളിൽ പഠിക്കണമെന്ന മോഹമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രൺവിജയ് തൻ്റെ വീട്ടിൽ ചെന്ന് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞപ്പോൾ സങ്കടത്തോടെ രാജാവ് ഇവനെ കൂട്ടിക്കൊണ്ടുവരാൻ രൺവിജയെയും കൂട്ടുകാരെയും ഒക്കെ വിട്ടു. അങ്ങനെ അവിടെ വെച്ച് കലാമിനെ കണ്ടെത്തി അവനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് രാജാവ് അവന് വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ വാങ്ങിക്കൊടുത്ത് രൺവിജയുടെ കൂടെ തന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഈ സംഭവത്തോടു കൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. അതാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്, അവസാനം കലാമിന് അപ്നി മൻസിൽ തൻ്റെ ലക്ഷ്യസ്ഥാനം, താൻ എന്താണോ മനസ്സിൽ ലക്ഷ്യം വെച്ചത്, സ്വപ്നം കണ്ടത്, അത് മിൽത്തി ഹേ കിട്ടുന്നുണ്ട്. പക്ഷേ മോർപാൽ എന്ന തൻ്റെ കൂട്ടുകാരന് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല.
ഈ ഒരു വ്യത്യാസം മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ളൂ. ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് നമ്മുടെ മുന്നിൽ ലേഖകൻ വിവരിച്ച് കാണിക്കുന്നത്. വളരെ രസകരമായ സംഭവങ്ങളാണ്. എല്ലാം ഉൾക്കൊള്ളുക. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആൻസറുകളുമൊക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദീകരിച്ച് പറയാം. എല്ലാവർക്കും ധന്യവാദം.